എന്റെ എല്ലാ വൈകല്യങ്ങളും മാറിയമ്മേ. അതറിയിക്കാനായി ആദ്യം വരേണ്ടിയിരുന്നത് ഇയാളുടെ കുടുംബത്തിലേക്കാ. പക്ഷേ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. വരണ്ട മോനെ. അവിടെയുള്ളവരെല്ലാം മോൻ ഇനി മടങ്ങി വരില്ല എന്നുള്ള വിശ്വാസത്തില, ആ സന്തോഷത്തില. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും എന്നോട് സ്നേഹത്തോടെയാ സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ. അവർക്ക് അധികം വൈകാതെ അറിയും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. പക്ഷേ അപ്പോൾ ഞാൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ കാര്യം അവരറിയാൻ പാടില്ല. ഒരിക്കലും അറിയിക്കരുത്. നിങ്ങളുടെ രണ്ടാളുടെയും തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് മോൻ നടക്കുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അമ്മയ്ക്കിപ്പോ സന്തോഷായോ? എനിക്ക് കണ്ണേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എതിർത്തത് അമ്മയാ. എന്റെ ഭാവി നശിപ്പിക്കാനായിട്ട് മനഃപൂർവ്വം കണ്ടുപിടിച്ച ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരേ കരച്ചിലായിരുന്നു. അതിപ്പോ അമ്മയെ കുറ്റം പറയേണ്ട മഹി. ഈ ലോകത്തുള്ള ഏതൊരമ്മയും ചിന്തിക്കുന്നതും പറയുന്നതൊക്കെ മഹിയുടെ അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ. ഏതൊരമ്മമാർക്കായാലും മക്കൾക്ക് നല്ല കുടുംബജീവിതവും ഭാവി ഉണ്ടാവണമെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അങ്ങനെയുള്ളപ്പോ പെണ്ണ് കാണാൻ വീൽ ചെയറിൽ വന്ന ഒരാളെ ഒരമ്മമാരും വേണമെന്ന് പറയില്ല. അന്നങ്ങനെ പറഞ്ഞതില് എനിക്കിന്ന് നല്ല കുറ്റബോധമുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് മോനെ പോലൊരാളെ ഈ ജന്മം എന്റെ മോൾക്ക് കിട്ടില്ലെന്ന്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ ഇതാണ് എന്റെ പുരുഷനെന്ന് ഉറപ്പിച്ച മഹിയുടെ മനസ്സിനോട് വേണം നന്ദി പറയാൻ. അന്ന് ഞാൻ പോലും ഇയാളോട് പറഞ്ഞു എന്നെ പോലൊരു മനുഷ്യനെ കെട്ടണ്ടെന്ന്. അത് പറയാനായിട്ട് ഞാൻ ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു. അപ്പോഴും ഇയാൾ ഒരേ നിപ്പായിരുന്നു, എന്നെ തന്നെ മതിയെന്നും പറഞ്ഞു. അതിന്റെ കാരണം എനിക്കിപ്പോഴും വ്യക്തമല്ല. അതെന്താ വ്യക്തമാവാത്തെ? മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് ഇതൊക്കെ സംഭവിക്കുന്ന എന്നെ ആരോ ഉപദേശിക്കും പോലെ എനിക്ക് തോന്നി. പിന്നെ ദൈവത്തിന് മുന്നിൽ തുളസിയിലിട്ട് നോക്കിയപ്പോ ഇതാണ് നിനക്ക് പറ്റിയ ബന്ധം എന്ന് ദൈവങ്ങളും തീരുമാനിച്ചു. സമ്മതം മൂളി. അതുകൊണ്ടാ അമ്മയുടെ എതിർപ്പിനിടയിലും അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. അല്ല, ശബരിമലയിൽ പോയപ്പോ എന്തൊക്കെയാ മോനെ സംഭവിച്ചത്? സംഭവിച്ചത് എന്തൊക്കെയായാലും ശരി, അതിന്റെ അവസാനം എനിക്ക് ഗുണമായിട്ടാ വന്നത്. അതുകൊണ്ട് പകുതി വഴി കഴിഞ്ഞപ്പോ തന്നെ മറ്റെല്ലാ സ്വാമിമാരെയും പോലെയും എനിക്ക് മല കയറാൻ പറ്റി. എന്നുവെച്ചാ അതും നല്ലതിനു വേണ്ടിയുള്ള സ്വാമിയുടെ ഒരു പരീക്ഷണമായിരുന്നു എന്നർത്ഥം. അമ്മയും കൂട്ടി അകത്തേക്ക് ചെല്ലും മഹി. വാ അമ്മേ. ആ അമ്മ ജീവിച്ചത് തന്നെ മൂത്ത മകൾക്ക് വേണ്ടിയാ. ഇളയമോൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, ആരുമില്ലായിരുന്നത് അയാൾക്കാ. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും എൻ്റെ ഈ മാറ്റങ്ങളിൽ സന്തോഷിക്കുന്നത് ആ അമ്മയാ. എൻ്റെ അമ്മയെ അച്ഛനെ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് കിട്ടിയത് ഒരസുര സ്വഭാവമുള്ള രണ്ടാനമ്മയാ. എന്നാൽ വിവാഹശേഷം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയെ പോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ കിട്ടി. അതൊക്കെയല്ലടാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം. ഒരമ്മ എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതും കാണാനായിട്ട് കാത്തിരിക്കുക. ആ നേരത്ത് ദേ ആ പോയ അമ്മ ഞാൻ ആരോഗ്യത്തോടെ മടങ്ങി വരണമെന്നും ആയിരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുന്നൊരമ്മയാ.